യൂദ ഒരു സിംഹക്കുട്ടിയാണ്. ചെങ്കോൽ യൂദായെ വിട്ടു പോവുകയില്ല. അതിന് അവകാശി വന്നു ചേരും വരെ അധികാരദണ്ഡ് അവൻ്റെ സന്തതികളിൽ നിന്ന് നീങ്ങിപ്പോവുകയില്ല. ജനതകൾ അവനെ അനുസരിക്കും. ജേക്കബ് ജൂദായെ അനുഗ്രഹിച്ച് പറഞ്ഞ വാക്കുകൾ. ഇസ്രായേൽ എന്നറിയപ്പെട്ട ജേക്കബ് പ്രവാചകന്റെ 12 മക്കളെക്കുറിച്ചും അതിലൂടെ രൂപപ്പെട്ട 12 ജൂതഗോത്രങ്ങളെക്കുറിച്ചും കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. റൂബൻ, ബെഞ്ചമിൻ, ജോസഫ്, ജൂദ തുടങ്ങിയ ജേക്കബിന്റെ ഓരോ മക്കളെക്കുറിച്ചും രസകരമായ വിവരണങ്ങൾ ബൈബിളിൽ കാണാം. ഇന്നത്തെ വീഡിയോയിൽ ജൂദ ഗോത്രത്തെക്കുറിച്ച് പരിചയപ്പെടാം. ജേക്കബിന്റെ 4ാമത്തെ മകനായ ജൂദായുടെയും അതിലൂടെ വളർന്ന് പന്തലിച്ച ജൂദ ഗോത്രത്തിൻ്റെയും കഥ. ജൂദായുടെ ആൺമക്കളായ ഏറും ഒനാനും യഹോവയുടെ ശിക്ഷയുടെ ഭാഗമായി കൊല്ലപ്പെട്ടതിൻ്റെ കഥ. സ്വന്തം മരുമകളായ താമർ വഞ്ചനയിലൂടെ തന്നെ വശീകരിച്ച് ഗർഭിണിയായത് തിരിച്ചറിയാനാകാതെ പോയ ലയൺ ഓഫ് ഇസ്രായേൽ എന്ന ജൂദായുടെ കഥ. പിൽക്കാലത്ത് അവരിലൂടെയുണ്ടായ കുട്ടിയെ യഹോവ അനുഗ്രഹിക്കുകയും അതിലൂടെ ജൂതരുടെ രാജാവായ ദാവീദും പിന്നീട് യേശു ക്രിസ്തുവും വരെ പിറവിയെടുത്തതിൻ്റെ കഥ. ആരെയും അതിശയിപ്പിക്കുന്ന ജൂതഗോത്രത്തിൻ്റെ സംഭവബഹുലമായ ആ കഥയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. ജേക്കബിന്റെ മറ്റൊരു മകനായ ജോസഫിന് സഹോദരന്മാർ കച്ചവട സംഘത്തിനെ വിളിക്കുകയും അങ്ങനെ ജോസഫ് ഈജിപ്തിൽ എത്തുകയും ചെയ്ത ഈ കാലത്ത് തന്നെ ജൂത സഹോദരന്മാരെ എല്ലാം പിരിഞ്ഞ് ഹീറ എന്നു പേരുള്ള അതുല്ലാംകാരൻ്റെ അടുക്കലേക്ക് പോയി. അവിടെ വെച്ച് ഷൂവ എന്നു പേരായ കാനൂൻകാരൻ്റെ മകളെ കാണുകയും വിവാഹം ചെയ്യുകയും ചെയ്തു. അങ്ങനെ അതിലൂടെ ജൂദായ്ക്ക് 3 ആൺമക്കൾ ജനിച്ചു. ഏർ, ഒനാൻ, ഷേല എന്ന പേരുകളിൽ അവർ വിളിക്കപ്പെട്ടു. ഇസ്രായേൽ സമൂഹത്തെ സംബന്ധിച്ച് ആദ്യപുത്രൻ അഥവാ കടിഞ്ഞൂൽ പുത്രനിലൂടെയാണ് കർത്താവിൻ്റെ അനുഗ്രഹം തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതെന്നാണ് വിശ്വാസം. അതുപ്രകാരം ജൂദ തൻ്റെ ആദ്യപുത്രനായ ഏറിനെ വളരെയധികം സ്നേഹിക്കുകയും അവന് വേണ്ടി താമർ എന്ന പെൺകുട്ടിയെ തിരഞ്ഞെടുത്ത് വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്തു. പക്ഷേ കർത്താവിന് മുമ്പിൽ ഏർ ദുഷ്ടവനായിരുന്നു. അതുകൊണ്ട് യഹോവ ഏറിനെ അധികം വൈകാതെ മരണത്തിനിരയാക്കി. ഇതിനെ തുടർന്ന് 2ാമത്തെ മകനായ ഒനാനോട് ജൂദ താമറിനെ വിവാഹം കഴിക്കാൻ പറയുകയും സഹോദരന് വേണ്ടി കുട്ടികളെ ജനിപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇതുപ്രകാരം ഒനാൻ താമറിനെ വിവാഹം ചെയ്തു. എന്നാൽ കുട്ടിയുടെ അവകാശം തനിക്കില്ലെന്ന് മനസ്സിലാക്കിയ ഒനാൻ താമറുമായി ബന്ധപ്പെട്ടെങ്കിലും സെമൻ പുറത്തേക്ക് കളയുകയാണ് ചെയ്തത്. പക്ഷേ ഇത് യഹോവയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതിനെ തുടർന്ന് ഒനാനെയും യഹോവ മരണത്തിനിരയാക്കി. ഇതറിഞ്ഞ ജൂദ കൂടുതൽ വിഷമത്തിലായി. തൻ്റെ 3ാമത്തെ മകനെ കൂടി താമറിനെ വിവാഹം ചെയ്തു കൊടുത്താൽ ആ മകനും കൂടി കൊല്ലപ്പെടുമോ എന്ന് ജൂദ ഭയപ്പെട്ടു. അതുകൊണ്ട് ജൂദ താമറിനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, തൻ്റെ മകൻ ഷേലയ്ക്ക് പ്രായമാകുന്നതുവരെ നീ നിന്റെ പിതാവിൻ്റെ വീട്ടിൽ പോയി താമസിക്കുക. ജൂദയുടെ വാക്ക് കേട്ട് പിതാവിൻ്റെ വീട്ടിലെത്തിയ താമർ വിധവാ വസ്ത്രം അണിഞ്ഞ് അവിടെ താമസമാക്കി. കാലങ്ങൾ കുറെ കഴിഞ്ഞിട്ടും ജൂദ തന്നോട് വാക്കു പാലിക്കുന്നില്ലെന്നും ഷേലയെ വിവാഹം ചെയ്ത് തരുന്നില്ലെന്നും താമറിന് മനസ്സിലായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജൂദായുടെ ഭാര്യ മരണപ്പെടുന്നത്. ഭാര്യ മരണപ്പെട്ട വിഷമമൊക്കെ മാറിയപ്പോൾ അതുല്ലാംകാരനായ ഹീറായുടെ കൂടെ ആടുകളുടെ രോമം കത്തിരിക്കാനായി ജൂദ തിമ്നായിലേക്ക് പോയി. ജൂദ തിമ്നായിലേക്ക് പോകുന്ന കാര്യം ആളുകൾ പറഞ്ഞ് താമർ അറിഞ്ഞു. താമർ തൻ്റെ വിധവാ വസ്ത്രങ്ങളൊക്കെ മാറ്റി മൂടുപടം കൊണ്ട് ശരീരം മുഴുവൻ മറച്ച് തിമ്നായിലേക്കുള്ള വഴിയിൽ എനയും പട്ടണത്തിൻ്റെ വാതിൽക്കൽ ചെന്നിരിപ്പായി. അതുവഴി വന്ന ജൂദയ്ക്കാകട്ടെ മുഖം മറച്ചതിനാൽ മരുമക്കളെ മനസ്സിലായതുമില്ല. അയാൾ അതൊരു വേശ്യയാണെന്ന് കരുതി അവളെ സമീപിച്ചുകൊണ്ട് ഞാൻ നിന്നെ പ്രാപിച്ചോട്ടെ എന്ന് ചോദിച്ചു. തൻ്റെ കൗശലത്തിൽ ജൂദ വീണെന്ന് മനസ്സിലാക്കിയ താമർ അങ്ങ് എന്ത് പ്രതിഫലം തരുമെന്ന് ചോദിച്ചു. പ്രതിഫലമായി ഒരു ആട്ടിൻകുട്ടിയെ കൊടുത്തുവിടാമെന്ന് ജൂദ പറഞ്ഞു. എന്നാൽ പ്രതിഫലം തരുമെന്നതിന് എന്തുറപ്പാണുള്ളതെന്നും ഉറപ്പിനു വേണ്ടി അതുവരെ താങ്കളുടെ വടിയും മുദ്രാമോതിരവും വളയും എനിക്ക് തരണമെന്ന് താമർ ആവശ്യപ്പെട്ടു. ജൂദയാണെങ്കിൽ അവൾ ചോദിച്ചതെല്ലാം നൽകി അവളെ പ്രാപിച്ചു. അങ്ങനെ അവൾ അതിൽ നിന്നും ഗർഭിണിയായി. അതിനുശേഷം താമർ അവിടെ നിന്ന് പോയി മൂടുപടം മാറ്റി വിധവാ വസ്ത്രം വീണ്ടും ധരിച്ച് വീട്ടിലിരിപ്പായി. വീട്ടിൽ തിരിച്ചെത്തിയ ജൂദ തൻ്റെ മുദ്രമോതിരവും വളയുമെല്ലാം തിരിച്ചെടുക്കാനായി ഒരാളെ ഒരു ആട്ടിൻകുട്ടിയുമായി പറഞ്ഞയച്ചു. എനയിമിലെ വടിവക്കിലെ വേശ്യയെ തിരഞ്ഞ് അയാൾ കുറെ നടന്നെങ്കിലും അയാൾക്ക് അവളെ കണ്ടെത്താനായില്ല. അയാൾ ഈ വിവരം ജൂദയെ അറിയിച്ചു. ജൂദയ്ക്ക് ആ സ്ത്രീയെ കണ്ടെത്താൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും നാട്ടുകാരെ മുഴുവൻ അറിയിച്ച് നാണക്കേട് വരുത്തി വെക്കേണ്ടല്ലോ എന്ന് കരുതി അദ്ദേഹം അന്വേഷണം അവസാനിപ്പിച്ചു. ഏതാണ്ട് 3 മാസം കഴിഞ്ഞപ്പോൾ തൻ്റെ മരുമകൾ വേശ്യാവൃത്തി ചെയ്തെന്നും അവളിപ്പോൾ ഗർഭിണിയാണെന്നും ജൂദ അറിഞ്ഞു. വേശ്യാവൃത്തി ചെയ്ത് അവളെ പുറത്തിറക്കി ചുട്ടുകൊല്ലാൻ ജൂദ ആവശ്യപ്പെട്ടു. എന്നാൽ കൊല്ലുന്നതിന് മുമ്പ് ഒരു സന്ദേശം തൻ്റെ അമ്മായിയപ്പന് കൊടുക്കാനായി താമർ കൊടുത്തയച്ചു. ആ സന്ദേശം ഇപ്രകാരമായിരുന്നു: ദയവ് ചെയ്ത് ഈ വടിയും വളയും മോതിരവും ആരുടെയാണെന്ന് കണ്ടെത്തുക. ഇതിൻ്റെ ഉടമസ്ഥനാണ് എന്നെ ഗർഭിണിയാക്കിയത്. വടിയും മോതിരവും കണ്ട ജൂദ അവ തൻ്റേതാണെന്ന് സമ്മതിച്ചു. അവൻ പറഞ്ഞു, അവൾ എന്നേക്കാൾ നീതിയുള്ളവളാണ്. ഞാൻ ഷേലയ്ക്ക് അവളെ വിവാഹം ചെയ്ത് കൊടുത്തില്ലല്ലോ. അങ്ങനെ താമറിനെ പ്രസവ സമയമെടുത്തു. അവൾ 2 കുട്ടികളെ പ്രസവിച്ചു. പേരസ് എന്നും സേറ എന്നും ആ കുട്ടികൾ വിളിക്കപ്പെട്ടു. ഇസ്രായേലിലെ ആദ്യ കുട്ടിക്ക് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണ് ജൂദ ഒനാനോട് ജ്യേഷ്ഠ സഹോദരന് വേണ്ടി കുട്ടിയെ ജനിപ്പിക്കാൻ പറഞ്ഞത്. എന്നാൽ ഏറിനെ പോലെ ഒനാനും അതിന് കഴിഞ്ഞിരുന്നില്ല.
അങ്ങനെ ജൂതക്ക് താമറിലുണ്ടായ കുട്ടിയെ ആദ്യ കുട്ടിയായി കണ്ട് യഹോവ സർവ്വ ഐശ്വര്യങ്ങളും നൽകി അനുഗ്രഹിച്ചു. പേരസ് എന്ന് വിളിക്കപ്പെട്ട ആ കുട്ടിയിലൂടെയാണ് പിൽക്കാലത്തെ ജൂതഗോത്രം അതിൻ്റെ പ്രതാപം ഉയർത്തിപ്പിടിച്ചതെന്ന് പറയാം. ദാവീദും യേശുക്രിസ്തുവും എല്ലാം ഈ പരമ്പരയിൽ നിന്നാണ് പിറവിയെടുത്തത്. എല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം.